എന്റെ അമ്മേ. നിനക്ക് ഇത്ര ഡിമാൻഡായോ? എവിടെ ആയിരുന്നു? മനഃപൂർവ്വം അല്ലച്ചോ, ഇന്നലെ വരാൻ പറ്റാത്തോണ്ടാ. ഈ ചെകുത്താന്റെയും കടലിനെയും ഇടയ്ക്കെന്ന് പറയില്ലേ, അത് മറ്റാരുമല്ല, ഈ ആൽബിയ. അത്രത്തോളം കിടന്ന് അനുഭവിക്കാൻ നീ ആര്? യേശുക്രിസ്തു രണ്ടാമൻ? അച്ഛൻ അങ്ങനെയൊക്കെ പറയാം. രാവിലെ തന്നെ ഒരു ലോഹ ഇട്ടുകൊണ്ട് ഇടവകയിലേക്ക് ഇറങ്ങിയാൽ മതി. ഒന്നുകിൽ ഒരു വെഞ്ചരിപ്പ്, അല്ലെങ്കിൽ ഒരു തലയ്ക്ക് പിടുത്തം, ഇതൊന്നും അല്ലെങ്കിൽ ഒരു അന്ത്യകൂതാശ. എങ്ങനെയായാലും 4 നേരം ഞം അടിച്ച് സൂക്ക ജീവിതം. തിരിച്ച് മേടയിലേക്ക് എത്തുമ്പോഴോ ദഹനം കിട്ടാനാന്നുള്ള പേരിൽ ഒരു 3-4 വീഞ്ഞും. ആകെയുള്ള മുതൽ മുടക്കെന്താ? ആരെങ്കിലും ഒന്ന് സ്തുതി പറയുമ്പോ തിരിച്ച് ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ എന്നൊന്ന് കാച്ചണം. എന്റെ ഈശോയെ, ആയ കാലത്തൊന്ന് സെമിനാരിൽ പോയിരുന്നെങ്കിൽ ഇന്നൊരു ഷമ്മാശനായിട്ടെങ്കിലും നടക്കായിരുന്നു. മതി മതി, നിർത്ത്. പള്ളിക്കകത്ത് കയറി നീ ഇഞ്ചും പണി നടത്തണ്ട. നിന്റെ വിഷമം എനിക്ക് മനസ്സിലായി. ഒരു ഭാഗത്ത് ബ്രിജിത്താമ്മ, മറുഭാഗത്ത് ആലീസ്. അവരെയല്ലേ നീ ചെകുത്താനും കടലുമായിട്ട് ഉപമിച്ചത്? ആ തള്ളയുടെ കാര്യം ശരിയാ. ഞായറാഴ്ച കുർബാന കഴിഞ്ഞ് മടങ്ങുമ്പോ ദേ എന്റെ മുറി വന്ന് അമ്പാട്ടാച്ചോ വീഞ്ഞിരിപ്പുണ്ടോ എന്ന് ചോദിച്ച പാർട്ടിയാ. ആലീസിന്റെ കാര്യം അങ്ങനല്ലല്ലോ. അവളൊരു പാവമല്ലേടാ. നീ അവളെ ദേ ഇങ്ങനെ കൈവെള്ളയെ കൊണ്ട് നടക്കുകയാണെന്ന് അറിയാഞ്ഞിട്ടല്ല. ദൈവം തമ്പുരാൻ നേരിട്ട് അനുഗ്രഹിക്കുന്ന ചില മനുഷ്യരുണ്ട്. നിന്റെ പെങ്ങൾ അക്കൂട്ടത്തിൽപ്പെട്ട ഒരാളാണെന്ന് കരുതിയാ മതി. ഇനി എന്തായാലും ആലീസും അയൽക്കാരുമായിട്ടുള്ള വഴക്ക് കാരണം പുതിയ വീട് അന്വേഷിക്കണ്ട. ഇപ്പൊ താമസിക്കുന്ന വീടിന്റെ പരിസരത്ത് കൂയി വിളിച്ചാൽ പോലും കേൾക്കാനാളില്ല. ഇന്നലെ ഫോൺ വിളിച്ചപ്പോ ഞാൻ അങ്ങോട്ട് ചെല്ലണോന്ന് പറഞ്ഞു ബ്രിജിത്താമ്മ. എങ്കിൽ അച്ഛൻ വൈകിക്കണ്ട. വെഞ്ചരിപ്പ് കഴിയാത്ത വീട്ടില് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റില്ല ഗ്രാൻമയ്ക്ക്. ഓ, നീ പണിഞ്ഞിട്ട് മുരപ്പിത്തിരി കൂടുതലല്ലേ ആൽബി? സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള വണ്ടിയല്ലേ അച്ചോ. ഈ ശ്വാസം മുട്ടലും ചുമയും ഒന്ന് ഏത് വർഷാപ്പുകാരൻ വിചാരിച്ചാലും നന്നാക്കാൻ പറ്റും. നീ പുറകിലോട്ടിരിക്കും, ഞാൻ നിന്റെ വർഷാപ്പിൽ കൊണ്ടുവിടാം. അത് വേണ്ട, അച്ഛൻ വൈകുന്നേരം വർഷാപ്പിൽ വന്ന് വണ്ടി എടുത്താൽ മതി. നടന്നിട്ടോ? ഒരു വ്യായാമാവട്ടെ അച്ചോ. കുറെ കാലായില്ലേ കുമ്പസാരക്കൂട്ടിലിരുന്ന് നാട്ടുകാരുടെ പാവവും പോക്കരുത്തരൊക്കെ കേട്ട് അങ്ങനെ സുഖിച്ചിരിക്കല്ലേ. ദേഹമൊക്കെ ഒന്ന് ഇളകട്ടെ, മസിലൊക്കെ ഒന്ന് പെരുകട്ടെ. നീ പോടാ പരിശുദ്ധി ഇല്ലാത്തവനെ. ഹലോ, എന്താണ് വിളിച്ചാ കേക്കാത്ത? ചേട്ടാ വിളിച്ചാ കേക്കത്തില്ല ഇവനൊക്കെ. എന്താണ് നിന്നെയൊക്കെ വിളിച്ചാ കേക്കാത്ത? എന്താണോ തന്നെ വിളിച്ച വിളിയാക്കാൻ ഇത്ര ബുദ്ധിമുട്ട്? താനാ ബോണറ്റും പൊക്കി പിടിച്ച് നോക്കിയെന്നാ പോരാ, പണിയണം. ഞാനെ കൊണ്ട് കയറുമല്ലോ കേട്ടോ. എന്തോ പുറത്ത് നിൽക്കാൻ. ശ്രീധരൻ ഇപ്പോഴും? അതെ അതെ, ശ്രീധരൻ തന്നെയാ. ഞാൻ ലോനപ്പനാണോ? അതറിയാവുന്നോണ്ടല്ലോ തന്നോട് പറഞ്ഞ പുറത്ത് നിൽക്കാൻ. പോസ് വേണ്ട. എന്തോ പോസ് വേണ്ടാന്ന്. ഓ ഓ ലോനപ്പനും ശ്രീധരനും ഒരു വർഷോപ്പ് ജോലി. എന്നിട്ട് ലോനപ്പം പുറത്തും ശ്രീധരനകത്തും. നടക്കൂല മോനെ, ഇതിവിടെ നടക്കത്തില്ല. കുടിച്ചിട്ടേ ഈ വർക്ക്ഷോപ്പിനകത്ത് കയറാൻ പറ്റത്തില്ല. അതാര് പറഞ്ഞു? ഇപ്പൊ പറയുന്നത് ഞാൻ തന്നെയാ. ഓ, മെസ്സിരി ആയോണ്ടായിരിക്കും. എന്തോ മെസ്സിരി ആയോണ്ടാണോ? നിന്നെ അകത്തോട്ട് കയറ്റണ്ടെന്ന് പറഞ്ഞ ആള് ദേ വന്നു. ഇനി നേരിട്ട് ചോദിച്ച് കേറിക്കോ. സാറേ ഗുഡ് മോർണിംഗ്. മൈൻഡില്ലേ സാറേ? സാറേ നീ ഇങ്ങോട്ട് പോയിക്കേ. ലോലിപ്പിൽ ഇന്നും കുടിച്ച് സങ്കടം കൊണ്ട എന്റെ കൂടി നിർത്താൻ പറ്റുന്നില്ലല്ലോ കർത്താവെന്ന് ഓർത്തപ്പോഴുള്ള വിഷമം കൊണ്ട് അടിച്ചു പോയല്ല. കുറച്ചു നേരമായി തുടങ്ങിയിട്ട്. അത് ശരി, മൈൻഡില്ല. എനിക്കും ഒരു ബാറുണ്ടെങ്കിൽ നന്നായിട്ടുണ്ട്. തല്ലുന്നില്ലേ? അത് ശരി, വെറുതെ നിന്നെ തല്ലും. സത്യക്രിസ്ത്യാനിയായ ലോനപ്പൻ നമ്മളെ നേതാവ് ക്രൈസ്റ്റ് പറഞ്ഞ പോലെ മറുകരണം കാണിച്ചു തന്ന ഒന്ന് നുള്ളക്ക് പോലും ഇല്ല. കൊച്ചു കല്ലരി ഇനി പരിസരത്ത് കണ്ടുപോരുത്. ഓഹോ, അത് ശരി. അപ്പൊ ലോനപ്പൻ ശരിക്കും പുറത്തായി. ഓക്കെ, ഇയാള് കുറെ പണി. ഇവന്റെ ഒരു പണി. ഹലോ, കൊടുക്കാം. ആൽബിച്ചേട്ടാ. എന്താടാ? മാണിച്ചായനാ. ഞാനിവിടെ ആൽബിച്ചേട്ടൻ ഇവിടെ ഇല്ലല്ലോ. മാണിച്ചായ നായിന്റെ മോനെ, പിന്നെ നിന്റെ അപ്പനെയാണോടാ നീ ആൽബിച്ചേട്ടാന്ന് വിളിച്ചത്? ഓ മതി മതി മതി, ദാ ഇപ്പൊ കൊടുക്കാം. ഇനി നിങ്ങൾ തമ്മിലായിക്കോ. ഈ തെരുവിളി കേട്ട് വയററച്ചാലേ ഞാൻ കൊണ്ടുവന്ന് ചോറ് വേസ്റ്റ് ആവും. ആൽബിച്ചേട്ടന്റെ കാര്യം ഓക്കെ.
പിന്നെ എന്തൊക്കെയുണ്ട് മാണിച്ചായ വിശേഷങ്ങൾ? നീ എവിടെ എന്ത് ചെയ്യാടാ ആൽവി? ഒളിച്ചിരിക്കുകയാണോ? അയ്യേ മണിച്ചായ ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കായിരുന്നു. ആ ഇവിടെ പണി നടന്നോണ്ടിരിക്കുക. ദാ ഇപ്പൊ തീരും. ഇപ്പൊ തീരും എന്നെപ്പോഴും പറയാതെ എപ്പ തീരുമെന്ന് ഇപ്പൊ പറയടാ. ഇതെപ്പ തീരും എന്റെ കർത്താവേ? നീയും നിന്റെ അനിയത്തി പിശാചു കൂടി ഒരാഴ്ച മുമ്പ് എന്റെ വീട്ടിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി പോയപ്പോ നീ എന്തോന്നാ പറഞ്ഞേ? അവളെ കൊച്ചല്ലേ മാണിച്ചായ, ഗീറിട്ട് കളിച്ചപ്പോ വണ്ടി അറിയാതെ ഇളകിപ്പോയി ഇടിച്ചതല്ലേ, ഞാൻ ശരിയാക്കി തരാമെന്ന്. എന്നിട്ടിപ്പോ എന്താ ശരിയാക്കാൻ പറ്റത്തില്ലെന്നോ? ഇനിയും എന്നെ കളിപ്പിച്ചാൽ റിട്ടയേർഡ് കേണൽ മാണിക്കുരുവിളുടെ സ്വഭാവം നീ അറിയും. അത് പിന്നെ പറയണോ മാണിച്ചായ? നാളെ ഉറപ്പായിട്ടും തന്നിരിക്കും. ദൈവം തമ്പുരാൻ മാണിക്ക് മാത്രമായിട്ട് ചില വാക്കുകൾ വാങ്ങി തന്നിട്ടുണ്ട്. ഞാൻ അതെടുത്ത് തന്നെ വിളിക്കാത്തത് നിന്റെ അപ്പനും ഞാനും കുറച്ചുകാലം ഒരുമിച്ച് അതിർത്തിയിൽ വെടിവെച്ച് നടന്നിട്ടുള്ളവരാണല്ലോ എന്ന് ഓർത്തിട്ടാ. ഇനി ആ ഔദാര്യം ഉണ്ടാവില്ല. എന്നാലും നിന്റെ പെങ്ങളെ സമ്മതിക്കണം. ഇതുപോലെ കീറിടാൻ ഈ ലോകത്ത് ഒരാൾക്ക് പറ്റത്തില്ല. നോക്കി നിൽക്കാതെ സെറ്റ് ചെയ്ത് തീർക്കണോ? 2 ദിവസമായി ഞാൻ പെടാപ്പാട് വിടുന്നു. രാമേശ്വരത്തെ ക്ഷൗരം പോലെ ആ ലോനപ്പൻ പകുതിയാക്കി ഇട്ടേച്ചു പോയതാ. ഞാൻ എത്ര നോക്കിയിട്ട് ശരിയാവുന്നില്ലെന്നേ. നീ അവനെ ഒന്ന് വിളിക്കേ. കള്ളുകുടിയനാണെങ്കിലും ഉണ്ടല്ലോ, കൈപ്പുണ്യമുള്ളവനാ. തൊട്ടാ മതി ഏത് വണ്ടിയും സ്റ്റാർട്ടാകും. ഒന്ന് വിളിക്കുന്നേ. നിന്നെ തന്നെ ഇവിടെ വരെ. ഞാനോ? ആ അവന്റെ ഗിയർ ബോക്സ് സെറ്റ് ചെയ്യും. ഞാനൊന്നുമില്ല. നിന്നോടാ പറഞ്ഞത് ഗിയർ ബോക്സ് സെറ്റ് ചെയ്യാൻ. അയ്യോ, കള്ളു കുടിച്ചിട്ട് ഇതൊന്നും ചെയ്യാൻ പാടില്ല, അറിയാവോ? നിന്നെ ഞാൻ എവിടെയാ അടിച്ചത്? അങ്ങനെ വഴിക്കുവാ എന്നത് ഇവിടെ അടിച്ചേ. നോക്കി നിൽക്കാതെ ഗിയർ ബോക്സ് സെറ്റ് ചെയ്യണ. എന്നാ പറഞ്ഞ പോരെ. പ്രോബ്ലം. ഓക്കെ മിസ്റ്റർ ശ്രീരമേശ്വരി, ആ 16 രൂപ ഇങ്ങടുത്തെ 46 മോഡൽ മോറിസ് മൈനറിന്റെ ഗിയർ ബോക്സ് സെറ്റ് ചെയ്യുന്ന കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ വാടക. എന്റെ പുന്നാരം മോനെ, നീ ഇല്ലായിരുന്നെങ്കിൽ എന്റെ കാര്യം കട്ടപ്പോകാം. സ്പൈനർ ഇമ്മീഡിയറ്റ്ലി പെട്ടെന്ന് വേണം. ഐ ആം വെയിറ്റിംഗ്. അയ്യോ, ഇങ്ങനെ വാരി തേച്ച് കളയാനാണോ മോളെ ഇത്രയും ചായ വാങ്ങിച്ചു കൂട്ടുന്നത്? എന്തെങ്കിലും നല്ല പടം വരച്ചൂടെ? കണ്ടില്ലേ, ഒരു കൊന്തയോ ഒരു കുരിശോ ദേ ഇതുപോലെ. ഇപ്പൊ വരയ്ക്കാം. ആ കൊള്ളാം കൊള്ളാം. അയ്യോ അയ്യോ, എന്താ മോളെ ഇത്? ഇപ്പൊ കണ്ട പട്ടാളത്തിന്ന് ഗ്രാൻഡ് പാ നേരിട്ട് വന്ന പോലെ ഉണ്ട്. റെജിമെന്റ് മുഴുവനും വിറപ്പിക്കുന്ന ഗ്രാൻഡ് പായുടെ പേരെന്തായിരുന്നു ഗ്രാൻഡ് മാ? കേണൽ ഇഗ്നീഷ്യസ് ഡിക്കോത്തോ. യെസ്. അയ്യോ, മുഴുവനും പേര്. എന്താടാ ഞാഞ്ഞൂലേ? പിന്നെ എന്തിനാ അവിടെ കിടന്ന് കിണിക്കുന്നത്? മിമിക്രി. നിങ്ങൾ ചിരിച്ചത് മിമിക്രിയിൽ നിന്ന് കാണിച്ചു നോക്കിയതാ. ബ്രിട്ടാനിലേക്ക് വന്ന എന്തിനാ? ആണോ? മേഡ് ഇൻ സ്കോട്ട്ലൻഡ്. ഓക്കേ, കം ഓൺ. നീ അങ്ങോട്ട് നടന്നേ, ഞാൻ ഇതാ വന്നു. ഓക്കേ, സ്പീഡ് അപ്പ് ആൻറ്റി. മോള് സൗകര്യം പോലെ കുടിച്ചാ മതി. ഗ്രാൻഡ്മ ഇപ്പൊ വരാം. നീ നടക്കണല്ലോപ്പാ. നീ കുടി നിർത്തിയെന്നില്ലേ പറഞ്ഞത്? സത്യം. ദേ ഇന്ന് കുടിക്കണ്ടെന്ന് വിചാരിച്ചതാ. ഞാൻ രാവിലെ എഴുന്നേറ്റ് ഡീസന്റ് ആയിട്ട് വർക്ക്ഷോപ്പിലോട്ട് പോകുമായിരുന്നു. അപ്പൊ ആ തേയിലത്തോട്ടത്തിൽ നിന്ന് എന്നൊരു സൗണ്ട് നോക്കിയപ്പോ എന്തുവാ, കഴുത്തെ മുഴുവൻ സൈക്കിൾ ട്യൂബും ചുറ്റി ഒരുത്തൻ പരമശിവനെ പോലെ നിൽക്കുന്നു. ആര്? നമ്മുടെ മുനിച്ചാമി. മുനിച്ചാമി സൗഖ്യമാ എന്ന് വെറുതെ ഒന്ന് ചോദിച്ചോളൂ. അവൻ ആ സൈക്കിൾ ട്യൂബ് അങ്ങോട്ട് തുറന്നിട്ടുണ്ടല്ലോ, ഷർന്നും പറഞ്ഞ് ഒരു വെട്ട് ഗ്ലാസ് നിറച്ച് നല്ല നാടൻ വാറ്റം അങ്ങോട്ട് ഒഴിച്ചു തന്നു. ലോനപ്പൻ്റെ അടുത്ത് അവൻ്റെ കളി. ഞാൻ വെറുതെ വിടുവോ? ഇതേ ഗ്ലാസ് അങ്ങോട്ട് മേടിച്ചിട്ടുണ്ടല്ലോ. വെള്ളം ഒഴിച്ചിട്ടില്ലടാ. ഓഫ്, മറന്നുപോയി. അങ്ങനെ അതും കുടിച്ച് കർത്താവ് ഈശോമിശിയോട് സത്യം ചെയ്ത് തെറ്റിച്ചല്ലോ കർത്താവ് എന്ന് ഓർത്തപ്പോൾ വിഷമം കൊണ്ട് പിന്നെയും കുടിച്ച്. അങ്ങനെ ലോനപ്പൻ ഫുൾ ഫിറ്റ്.
ഒന്നിനും സമ്മതിക്കില്ല അവള്. ചെല്ലി ചെല്ലി ചുമ്മാ. Yes, coming, coming. Don't shout, don't shout. എനിക്ക് പേടി, എനിക്ക് ഇപ്പൊ ഇറങ്ങണം. അയ്യോ എന്റെ കർത്താവേ, നീ എന്തിനാണ് ഈ മോളെ അതിന്റെ അകത്ത് കയറി കൂടിയത്? എനിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല ഗ്രാൻഡ്മ, ഞാൻ ഇപ്പൊ താഴേക്ക് ചാടും. അയ്യോ വേണ്ട മോളെ വേണ്ട, അബദ്ധമൊന്നും കാണിക്കല്ലേ. എനിക്ക് താഴേക്ക് നോക്കാൻ പറ്റുന്നില്ല ഗ്രാൻഡ്മ, തല ചുറ്റുന്നു. എന്തിനാണ് ഈ താഴോട്ട് നോക്കുന്നത്? മുകളിലോട്ട് നോക്കിയിരിക്കേ കർത്താവേ. അയ്യോ catch, പിടിച്ചോണ്ടിരിക്കേ, പിടിച്ചോ. ഹേയ്, ഇവിടെ എന്താ പ്രോബ്ലം? എന്താ എടാ എന്റെ കൊച്ചിനെ അങ്ങോട്ട് നോക്കടാ. ഇത് രൂപക്കൂട്ടി മാറാതിരിക്കുന്നതാണ് കൊണ്ടല്ലോ. നിനക്ക് കൊന്നുകളെ ഞാൻ. അവളെ ഒന്ന് ഭൂമിയിലോട്ട് ഇറക്കടാ. അത്രയല്ലേ ഉള്ളൂ. ഡോണ്ട് വറി, ഓക്കേ? ചെല്ലടാ. ശരിയൊക്കെ മാറ്റി. ഇതാരും ഇവിടെ കൊണ്ടുപോയി ഡിസ്റ്റർബ് ചെയ്യല്ലേ പ്ലീസ്, ഓക്കേ? ആന്റി ഒന്നുകൊണ്ട് പേടിക്കണ്ടെന്ന് പറയല്ലോ, ഞാനല്ലേ ഇവിടെ. മോളെ അവിടെ ഇരുന്നു. ഐ ആം കമ്മിങ്, യു വെയിറ്റിംഗ്. ഇതൊക്കെ വെറും സില്ലി മാറ്റേഴ്സ് അല്ലേ എന്നോടാ കളി. ഏണി മൊത്തം പടിയാ. ഒന്ന് വേഗം ചെല്ലടാ. എന്റെ ആന്റി പേടിക്കണ്ടെന്ന് പറഞ്ഞു, ഞാനിവിടെ ഉണ്ടെന്ന്. അയനോട്ട് പ്രോബ്ലം, എനിക്ക് പ്രശ്നമില്ലെന്ന്. മനുഷ്യനായ പേടി പാടില്ല, അറിയാമോ? ഞാനും കൂട്ടി കേറി വന്നവരുണ്ടല്ലോ. ആന്റി അതോ ഫയർഫോഴ്സിലേക്ക് വിളിക്കാൻ, എന്താ 100ലേക്ക് വിളിച്ച് അവരെ ഇങ്ങോട്ട് വരുത്താൻ. അല്ലാതെ ആദ്യത്തേം വന്നാൽ ഇതുപോലെ തൂങ്ങിക്കിടക്കാനാ പറ്റും. ഇവിടെ എന്നെ കൊണ്ട് പോകത്തുള്ളൂ തോന്നുന്നു. എന്റെ കർത്താവ്, ആ സ്കോച്ചിന്റെ പകുതി അവിടെ ഇരിക്കുക. അത് ആ തള്ള ഒറ്റക്കടിച്ച് തീർക്കും. എന്റെ ദൈവമേ. ഹലോ ഫയർഫോഴ്സ്. സാറന്മാരെ വലിച്ചു പിടിക്കാം. എന്താ എന്ത് പറ്റി? ഒന്നുമില്ല ആൽവി, ഒന്ന് കണ്ണ് തെറ്റിയതേ ഉള്ളൂ. അതിനിടയ്ക്ക് അവള് മുകളിലോട്ട് കയറി. ഇനി ലോനപ്പനെ ഇറക്കണ്ടേ? എവിടെ? ഉറങ്ങുന്നവരെ ശല്യം ചെയ്യല്ലേ പ്ലീസ്. നിന്നോടല്ലേ പ്ലീസ്. ചുമ്മാ ഇരിക്കാൻ. അവക്കൊരു എല്ല് കൂടുതലാണല്ലോ അച്ചോ. എന്താ നിനക്ക് വലിയ ചൂരാണോ? അയ്യേ അച്ഛന് ദൂരെ പോ സാത്താനെ. കർത്താവേ, ഒരുപാട് പ്രലോഭനങ്ങൾ മറികടന്നാണ് ഇവിടം വരെ എത്തിയത്. സൽപ്പേര് കളഞ്ഞു വിളിക്കാൻ അവിടെ നീ ദാസനെ അനുവദിക്കരുത് കേട്ടോ. ആഹാ, ഡ്യൂട്ടിയിലായിരുന്നു. സോറി. ആശാനെ, നീ കയറുക. ഇങ്ങോട്ട് കയറി വരാൻ. ഇത് നമ്മുടെ സ്വന്തം സ്ഥലമല്ലേ. നിങ്ങൾ ഇങ്ങോട്ട് കയറി വന്നേ. ഓ, ഇങ്ങോട്ട് കയറി വന്നു. അവിടെ എല്ലാം നോക്കി നിൽക്കുക. ദിസ് ഈസ് മൈ സ്പോട്ട്, ഓക്കെ? ദിവാരേട്ടാ വലിയ മജീഷ്യനാ, ഗോപിനാഥ് മുതുകാൻ. ഇയാളോ? ഈ ദിവാകരേട്ടൻ, ഇയാളും അതുപോലത്തെ കാടാ. ഇമ്മീഡിയറ്റ്ലി പുള്ളിക്ക് താമസിക്കാനുള്ള റൂം കൊടുക്കും. എത്ര ദിവസത്തേക്കാ? ഇനിയുള്ള കാലം മുഴുവൻ. ഇനി ഇവിടെ ഉള്ള കാലം മുഴുവൻ. മനസ്സിലായില്ലേ? 250 rupees per day. കറക്റ്റ്. 250 രൂപ ഒരു മാസത്തിന്. ചീപ്പ് റേറ്റ് അല്ലേ? ഒരു മാസത്തേക്കല്ല, ഒരു ദിവസത്തേക്ക്. ഈ സ്ഥലത്തിന് ആ വഴി നിൽക്കുന്ന കാളെ കൊണ്ടൊന്നും ഇവിടെ കെട്ടിയിട്ട അത് ചാണകം ഇടാൻ അരയ്ക്കുന്ന ഈ തൊഴുത്തിന് 250 ഉലുവ അല്ലേ? വേണമെങ്കിൽ മതി, ഇല്ലെങ്കിൽ പോവാൻ നോക്ക്. നിങ്ങൾ കാര്യം പറയുമ്പോ ഉറങ്ങല്ലേ? 2000 rupees അഡ്വാൻസ്. അപ്പൊ സംഭവം മനസ്സിലായോ? രക്ഷപ്പെട്ടു. പൈസ കൊള്ളാം. ഇതെന്ത് സാധനമാണോ ഇത്? പേരും അഡ്രസ്സും എഴുത്. പേരെഴുതാനോ? ഞാനോ? ഇനി മേലെ ഇത്ര വൃത്തിയായിട്ട പരിപാടിന്റെ അടുത്ത് പറഞ്ഞില്ല കേട്ടോ. ഓക്കെ, ഇവിടെ കറക്റ്റ് ആണല്ലോ എല്ലാം. അവിടെ കറക്റ്റ് അല്ലേ? എല്ലാം കറക്റ്റ് ആയിരിക്കണം. അതെന്റെ എല്ലാ സംഭവവും കറക്റ്റ് ആയിരിക്കണം.
അല്ല അപ്പൊ എങ്ങനെ നമ്മുടെ സെറ്റപ്പ് എങ്ങനെ? Follow me. എന്റെ ഈശോയെ ഇവിടെ വന്ന ആൽബിച്ച 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 ഞാൻ അവിടെ മുഴുവൻ നോക്കിയിട്ടല്ല കണ്ടില്ല. നീ ഇതെങ്ങനെയാ വന്നേ? ഞാൻ കണ്ടില്ല അന്ന്. എവിടെ കാണുന്നു പറ. എന്ത് കണ്ടില്ലെന്ന്? ആ മജീഷ്യൻ. മജീഷ്യനാ? നമ്മൾ ഇന്നലെ കണ്ടില്ലേ? ഞാൻ വീട്ടിൽ ഇരുന്നപ്പോ എനിക്ക് അയാളുടെ മാജിക് കാണാൻ തോന്നി. ഉടനെ ഞാൻ ആൽബിച്ചിന്റെ സൈക്കിൾ എടുത്തോണ്ട് പോന്നു. പക്ഷെ അവിടെ മുഴുവൻ നോക്കിയിട്ടല്ല കണ്ടില്ല. നീ ഇങ്ങനെ ഒറ്റയ്ക്ക് സൈക്കിൾ എടുത്ത് അയാൾ ഇപ്പൊ എവിടെ ഉണ്ട്? അതെനിക്ക് എങ്ങനെ അറിയാം? എനിക്ക് ഇപ്പൊ അയാളുടെ മാജിക് കാണണം. വാ ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. അപ്പൊ മാജിക് അയാളെ നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് മാജിക് കാണിപ്പിക്കാം. പ്രോമിസ്? പ്രോമിസ്. വാ വീട്ടിൽ കൊണ്ടാക്കാം. ഞാൻ തന്നെ പോക്കോളാം. ഓ കർത്താവേ. ഇതെന്താ? കണ്ണിൽ വെളിച്ചം തട്ടാതിരിക്കാൻ. നോക്കട്ടെ. അതോടെ തന്നിട്ട് പോ. അലീസ് അത് കൊണ്ടുപോരുത്. അവിടെ വന്നേ, അത് കൊണ്ടുപോലെ നിൽക്കാനാ പറഞ്ഞത്. മുഖം മൂടി. ഓ എന്റെ കർത്താവേ, ഇതെന്നാ ജീവിയായി വരുന്നത്? അയ്യോ എന്റേതായി. നോൺസെൻസ്. എവിടെ നോക്കിയാ സൈക്കിൾ ഓടിക്കുന്നത്? ഗുഡ് ആഫ്റ്റർനൂൺ മാണിച്ചായ. നീയോ? ആ ടാറ്റാ. എടി 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 ഈശോയെ, എന്റെ കാറ്. നോട്ടി ഗേൾ. മാണിച്ചായൻ അതിന് അവളെ ഇങ്ങനെ ചീത്ത പറഞ്ഞിട്ട് എന്താ കാര്യം? ചീത്ത പറയണ്ടായോ? എന്നാ നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ പെങ്ങളുടെ ഒരു ഫോട്ടോ ഫ്രൈ ചെയ്തിട്ടാ ഞാനത് രൂപക്കൂട്ടിനകത്ത് വെച്ച് ദിവസവും എഴുതി കത്തിച്ച് 53 മണി ജപം പ്രാർത്ഥിച്ചോളാം. അതിന് പറ്റിയൊരു സാധനം വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. എന്താ? ഒന്നുമില്ലേ. മാണിച്ചായ, നിങ്ങൾക്ക് ഈ വണ്ടി ഓടിക്കുന്നതിന് പകരം ബ്രേക്ക് ചവിട്ടി നിർത്താൻ പാടില്ലായിരുന്നു. ഇത് നിനക്കുള്ള ബ്രേക്കാ. ആ ബ്രേക്ക് നല്ലതാ. നിന്റെ പെങ്ങൾക്ക് എന്താടാ എന്റെ വണ്ടി കാണുമ്പോ മാത്രം ഇത്ര കിരികിരിപ്പ്? ഇത് എത്രാമത്തെ തവണ അവളെ കാരണം ഈ വണ്ടി വർക്ക്ഷോപ്പിൽ കൊണ്ടുവരുന്നത്? ഒരു തവണ കൂടി ക്ഷമിക്കണ്ട മാണിച്ചായ. ശ്രീധര പോയ വണ്ടി എടുത്തോണ്ട് വാ വേഗം. റിപ്പയറിംഗിന് ഒരു ചില്ലി കാശ് ഞാൻ തരില്ല. വേണ്ട. എന്നാ ഒരു 500 രൂപയും കിട. അതെന്തിന്? നീ എന്റെ വണ്ടി ഇവിടെ ഇട്ട് തട്ടി പൊട്ടി നന്നായിക്കൊണ്ടിരിക്കുമ്പോ എനിക്ക് പുറത്തിറങ്ങി നടക്കണ്ടായോ? ഓട്ടോ കൂലി നിന്റെ ഒന്നുമില്ല. അയ്യേ അത് പൈസയല്ല. ആൽബിച്ചായോ, ഇത് വെറും പിച്ചല്ല, പട്ടാളപ്പിച്ച. എന്റെ അമ്മോ. എടാ ആൽബി, നിന്റെ പെങ്ങടെ റിങ്സ് പോയിരിക്കുക. ഇങ്ങനെ ഒറ്റയ്ക്ക് പുറത്തേക്ക് വിടുമ്പോ സൂക്ഷിച്ചോണം. കർത്താവേ. ആ വിളി കേട്ടില്ല ആൽബിച്ചായ? മാണിച്ചാന്റെ റിങ്സ് അല്ല, പിസ്റ്റൺ ഇളകിന്നാ തോന്നുന്നേ. മോളെ കേറി വാ. കൂടുതൽ വല്ലതും പറ്റൂടാ ആൽബി? എന്തേ ഇത്രയും പോരെ? കയ്യിലാണോ? പതുക്കെ പതുക്കെ സൂക്ഷിച്ചു കേറി വാ. പതുക്കെ വാ. സൈക്കിൾ എടുത്തോണ്ട് തനിച്ചു പോയപ്പോഴേ ഞാൻ 1000 തവണ പറഞ്ഞതാ. 2 തവണ മാത്രമേ ഉള്ളൂ. ലോനപ്പൻ ടെലിഫോൺ ചെയ്ത് പറഞ്ഞത് മുതൽ ഞാനിവിടെ തീ തിന്നായിരുന്നു. വേദന എടുക്കുന്നുണ്ടോ മോളെ? ആൽബി, അവക്ക് അറിഞ്ഞൂടാഞ്ഞിട്ടാ. നല്ല വേദന കാണും. ഗ്രാൻമയ്ക്ക് പ്രാർത്ഥനയ്ക്കുള്ള സമയമില്ലേ? ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ സംസാരിച്ച് അവളുടെ വേദന കൂട്ടാതെ അങ്ങോട്ടേക്ക് ചെല്ല്. മോളെ വേദന എടുക്കുന്നുണ്ടോ? മോനെ അവള് സ്വസ്ഥമായിട്ട് കിടക്കട്ടെ. ഓ ജീസസ്, പകൽ പറക്കുന്ന അസ്ത്രങ്ങളിൽ നിന്നും രാത്രി സഞ്ചരിക്കുന്ന മഹാമാരിയിൽ നിന്നും എന്റെ മക്കളെ ഇനിയുള്ള കാലം നീ കാത്തുകൊള്ളണമേ. എന്നിട്ട് വേണം ഇനിയും കോടതി കയറാനും വീണ്ടും ഡൈവേഴ്സ് നടത്താനും ഒക്കെ. ലോകത്തിലെ ഡൈവോഴ്സ് ചെയ്ത ഒരാണും വീണ്ടും പെണ്ണ് കിട്ടുന്നില്ലേ? ഒരു പെണ്ണ് നിന്നെ ഉപേക്ഷിച്ചെന്ന് വെച്ച് എല്ലാരും അങ്ങനെ ആവണമെന്നുണ്ടോ? ആവും. ഈ താലി എന്ന് പറയുന്ന സാധനം കഴുത്തിൽ കെട്ടുന്ന സമയത്ത് ലോകത്തിലെ സകല പെണ്ണുങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനമുണ്ട്. ഇനി എന്റെ ഹസ്ബൻഡിനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല, മുഴുവനായിട്ട് എനിക്ക് തന്നെ വേണം. ഏതാണ്ടൊരു ഫുൾ തണ്ടൂരി ചിക്കൻ ഒറ്റയ്ക്ക് തിന്നാൻ കിട്ടിയതുപോലെ അവർക്ക്. അങ്ങനെ വരുമ്പോഴേ എനിക്ക് ഗ്രാൻമയ്ക്കും ആലീസിനും ഇതുപോലെ സ്നേഹം തരാൻ പറ്റാതെ വരും. ഇവിടുന്ന് ഡൈവേഴ്സ് വാങ്ങി ഇറങ്ങിപ്പോയവൾക്ക് അത് തന്നെയായിരുന്നല്ലോ പരാതി, നിങ്ങളെ ഞാൻ കൂടുതലായിട്ട് സ്നേഹിക്കുന്നു എന്ന്. അതുകൊണ്ട് ഗ്രാൻമ ഇനി ആ വണ്ടി സ്റ്റാർട്ടാക്കാൻ നോക്കണ്ട, ഞാനത് കട്ടപ്പുറത്ത് കയറ്റും. ഇനി പറയണമെങ്കിൽ ടച്ചിങ്സ് എന്തെങ്കിലും വേണം. എന്തെങ്കിലും താടോ മജീഷ്യ.
ആഹാ, ചോക്ലേറ്റാ? നിങ്ങളുടെ ഈ മാജിക്ക് തന്തൂരി ചിക്കൻ ഒന്നും കിട്ടത്തില്ലേ? ഓ, നിങ്ങളുടെ വെജിറ്റേറിയൻ മാജിക് ആയിരിക്കും അല്ലേ? കൊള്ളാം. അപ്പൊ പറഞ്ഞു വന്നത് ആൽബിച്ചായന്റെ കാര്യം. സംഗതി കുറച്ചു കാലം മുമ്പ് നടന്നതാ. അന്ന് ഈ ആലീസിന് 16 17 വയസ്സ് പ്രായം. അറിയാലോ ആ പ്രായം. ആദ്യമായിട്ട് സ്മോൾ അടിക്കുന്നവനൊരു 4 എണ്ണം ഒരുമിച്ചടിച്ച് അങ്ങനെ ഇരിക്കും. ഇങ്ങനെ പെമ്പിരിയായിട്ടിരിക്കുന്ന പ്രായം. ആലീസ് ഒരാളെ പ്രേമിച്ചു. എന്താണ് അയാളുടെ പേര്? സുന്ദർ. കറക്റ്റ്. സത്യം പറ, CID ആണോ? അല്ലല്ലേ. രക്ഷപ്പെട്ടു. ആലീസിന്റെ ആ ചെറുക്കിന്റെ കല്യാണം വരെ ഫിക്സ് ചെയ്തതാ. കെട്ട് കിടക്കുന്നതിന് ഒരാഴ്ച മുമ്പ് ഈ പെങ്ങടെ മുന്നിൽ വെച്ച് അവനൊരു ആക്സിഡന്റിൽ തട്ടിപ്പോയി. അപ്പൊ ആദ്യം ഉണ്ടായ അസുഖം പിന്നെ ഇരട്ടിയായി. ആശുപത്രിയിൽ കൊണ്ടുപോയി. അപ്പൊ അവിടെ ചെന്നപ്പോഴല്ലേ അറിയുന്നത് ആണെന്നുള്ള വിവരം. അന്ന് ഈ ലോനപ്പനടക്കം എല്ലാരും പറഞ്ഞെന്താണെന്നറിയാവോ? പ്രസവം കഴിയുമ്പം അവള് നോർമലാവുന്നു. എന്നിട്ട് കഴിഞ്ഞപ്പോഴോ വീണ്ടും അബ്നോർമലായി. ആലീസിന്റെ അടുത്ത് നിർത്തിയ ആ കൊച്ചിന് പെട്ടെന്ന് സ്വർഗത്തിൽ സീറ്റ് റിസർവേഷൻ ചെയ്യേണ്ടി വരുമെന്ന് മനസ്സിലായപ്പോ ആൽബിച്ചാൻ അതിനെ ഓർഫനേജിലാക്കി. പപ്പാന്നാ കൊച്ചു ആൽബിച്ചാനെ വിളിക്കുന്നത്. അതിനറിയാം പപ്പയല്ലെന്നുള്ള വിവരം. പക്ഷെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങ് പോവാ. അല്ല, നിങ്ങളെന്തിനാ ആൽബിച്ചാന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയുന്നത്? എന്തോന്ന് ഷൂ ചിരിക്കുന്നു? എനിക്കാ ഇനിയാ? ശരിയാ, വഴി കൂടി ഇങ്ങനെ വാള് വെച്ച് പോകാനായിട്ട് ഒരെണ്ണം കൂടി അടിക്കുന്നതല്ലേ അല്ലേ? ശരി. ഗുഡ് നൈറ്റ്. ഓക്കെ, മീറ്റ് അഗൈൻ. മീറ്റ് അഗൈൻ. മീറ്റ് അഗൈൻ. നമുക്ക് നാളെ മീറ്റാം കേട്ടാ. പരീക്ഷ എന്നെ നശിപ്പിക്കുന്നു. ആരടാ ഈ വണ്ടി പണിത്? എന്താ ആൽബിച്ചായ? നീയാണോടാ ഈ വണ്ടി പണിത്? എന്താ ഇപ്പൊ പ്രശ്നം എന്താ? എടാ, ഇതിന്റെ ഡിക്കിയും ബോണറ്റും ചേസും ഒക്കെ കിടന്ന് ഇളകുകയാണല്ലോടാ. ഇതിന്റെ ഏതെങ്കിലും ഒരു ഭാഗമുണ്ടോ ശബ്ദമില്ലാത്തത്? ഉണ്ടല്ലോ. എന്തുണ്ടെന്ന്? സംശയം ഉണ്ടപ്പോ ഞങ്ങൾക്ക് സൗണ്ട് ഒന്നിലെ കുടിക്ക് അല്ലെങ്കിൽ പണിയെടുക്ക്. ഇനി ഇതിനകത്ത് അങ്ങനെ കാലെടുത്ത് വെച്ച നിന്റെ കാലിയം ചവിട്ടി പിടിക്കും. ഇനി ഇതും പണിത് കൊളവാക്കണ്ട. എന്താടാ കിടന്ന് കിണിക്കണത്? മാലിച്ചായന്റെ വണ്ടി വരുന്നുണ്ട്. ആലിസ് ബംഗളിൽ നിന്നും പ്രശ്നം ഉണ്ടാക്കി. അതിവിടെ ആര് നന്നാക്കും? പറയാൽപ്പിച്ച ആര് നന്നാക്കും? എന്നാ പിന്നെ ഞാനങ്ങോട്ട് മോളില്ലെന്നു. ഹായ് മോർണിംഗ്. കം ഓൺ. വാട്ട് പ്രോബ്ലം? ഈ 4 ടയറിലും എയർ ചെക്ക് ചെയ്യണം. അത്രേ ഉള്ളൂ. ദാറ്റ് ഐ വിൽ ഡു. കടക്കട പുറത്ത്. വൺ സെക്കൻഡ്. ആൽബി, ഇനി നമ്മൾ തമ്മിൽ വഴക്കില്ലാട്ടോ. ഫ്രം നൗ ഓൺവേർഡ്സ് വി ആർ ഫ്രണ്ട്സ്. അതിന് നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് വഴക്കുണ്ടായിരുന്നില്ല. എന്റെ ഉള്ളിലുണ്ടായിരുന്നു, ഞാനത് അവസാനിപ്പിച്ചു. അതൊന്ന് പറയാൻ വന്നതാ. ബൈ. ഹലോ മിസ്റ്റർ, എന്നെ ഇതിനകത്ത് കേറ്റുന്നുണ്ടോ ഇല്ലയോ എനിക്ക് ഇപ്പൊ അറിയണം. നിന്റെ അടുത്ത് മലയാളത്തിലല്ല പറഞ്ഞ ഇതിനകത്ത് കയറാൻ പാടില്ല. അപ്പൊ കേറ്റുന്നില്ല? കേറ്റുന്നില്ല. കേറ്റില്ലെങ്കിൽ മോനെ ഞാനത് ചെയ്യും. നീ എന്നെ എന്ത് ചെയ്യൂടാ? എന്ത് ചെയ്യുന്നു? എന്ത് ചെയ്യുന്നു? ആൽബി, നീ ബൈബിളിലെ ജോബിന്റെ പുസ്തകം വായിച്ചിട്ടില്ലേ? ഒരു തെറ്റും ചെയ്യാത്തവരെയാവും ചിലപ്പോൾ കർത്താവ് കടുത്ത പരീക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുക. സാധാരണ മനുഷ്യർക്ക് ജീവിക്കാൻ കരുത്ത് കിട്ടുന്ന അപ്പോഴാണ്. ഞാൻ ഇന്നേ വരെ എനിക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല ചോ. അങ്ങനെ വേണമെന്ന് ഈ നിമിഷം വരെ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അതാണ് നീ ചെയ്ത തെറ്റ്. ആലീസ് കാരണം ഒരു തവണ നിന്റെ കുടുംബജീവിതം പരാജയപ്പെട്ടു എന്ന് വെച്ച് എല്ലായ്പ്പോഴും അത് ആവർത്തിക്കണമെന്നില്ല. ആലീസിനെയും അവളുടെ മകൾ ചിപ്പയെയും നിന്നെയും ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാൾ, അങ്ങനെ ഒരാൾ വന്നാൽ, അല്ല അപ്പോഴും നീ കപ്പിയാര് കപ്പലേണ്ടതുപോലെ ബ്ലിങ്കസ് ചെയ്യാന്ന് നിൽക്കുവോ? ചിരിക്കണ്ട, അങ്ങനെ ഒരാളെ എനിക്കറിയാം. മറ്റാരുമല്ല, നമ്മുടെ മാണിച്ചന്റെ മരുമകൾ സോഫിയ ഉമ്മൺ. അവൾ നിനക്ക് പറ്റിയ പെണ്ണ. ഞാൻ വേണേ മാണിച്ചനോട് സംസാരിക്കാം. അയാൾക്കാണെങ്കിൽ അയാളുടെ മൂട്ട കാറ് റിപ്പയർ ചെയ്യാൻ ഒരു സ്ഥിരം പണിക്കാരനുമായി. എന്തേ? അച്ഛൻ ഈ ലോഹയിട്ട് നന്നായി. അല്ലെങ്കിൽ ഇടവകയില് പ്രായമായ പെമ്പിള്ളേരൊക്കെ. നീ എന്താ ഉദ്ദേശിച്ച? ഞാൻ ഉദ്ദേശിച്ചത് അച്ഛൻ ഈ വികാരിപ്പണിയേക്കാൾ നല്ലത് വിവാഹ ദല്ലാൽ പണിയായിരുന്നു. അത്രേ ഉദ്ദേശിച്ചുള്ളൂ. വേണ്ട,
കേക്കണ്ട. ആ, സോഫി സോഫി ഇവിടെ നിപ്പുണ്ടായിരുന്നോ? ഇല്ല, ഞാൻ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങുകയായിരുന്നു. ഞങ്ങള് പറഞ്ഞതൊക്കെ കേട്ടോ? അതിന് നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ. നമ്മള് പറഞ്ഞ കാര്യങ്ങൾ നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ. നമ്മൾ എന്തെങ്കിലും പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. ഞാൻ പോയിട്ട് വരേ. ആൽബി, യെസ്. അങ്കിളിന്റെ കാർ ഇന്ന് ഞാൻ എടുത്തില്ല. അതുകൊണ്ട് Can you drop me on your way, please? അയ്യോ, അതിന് ഞാൻ വേറെ വഴിക്കാ പോകുന്നത്. ഇവൻ ആ വഴിക്ക് തന്നെ പോകുന്നത്. അല്ലെന്ന് ഞാൻ പോണത് നേരെ നേരത്തിലേക്കൊന്നും അല്ലല്ലോ. ഇവളും ആ വഴിക്ക് തന്നെ. ഒന്ന് ഡ്രോപ്പ് ചെയ്യൂ. പോകൂ സോഫി, പോകൂ, പൊയ്ക്കൊള്ളൂ. ആൽബി കൊണ്ടുപോകൂ. റിസൾട്ട് നാളെ പറയണേ. അച്ഛന് ആദിയിലഖിലേശൻ ഒരു തൊഴിൽ ഞാൻ നരനെ സൃഷ്ടിച്ചു. ഈ ലോകം ഒരു സഖിയുണ്ടാ, ഈ ഇടവകയിൽ ഒരു തുണയുണ്ടാ. Wish you all the best. പോയോ? ആദിയിലഖിലേശൻ നരനെ സൃഷ്ടിച്ചു. ഞാൻ വന്നിട്ട് കാണിച്ചു. അവനൊരു സഖിയുണ്ടായി, അവനൊരു തുണയുണ്ടായി. നീ എന്തിനാ ആൽബി ഇത്ര ചെറിയ കാര്യത്തിന് അത്ര വലിയ ഒച്ചയിൽ സംസാരിച്ചത്? ചിപ്പമ്മോട് സോഫിയുടെ കൂടെ അല്ലേ പോയത്? അതുകൊണ്ടെന്താന്നോ? സോഫി നിനക്ക് വേണ്ടപ്പെട്ട കുട്ടിയല്ലേ? എനിക്ക് വേണ്ടപ്പെട്ടതോ? അല്ലാതെ പിന്നെ നീയല്ലേ അവൾക്ക് ലിഫ്റ്റ് കൊടുത്തതും ഒരുമിച്ച് കാറി കയറി പോയതും? അച്ഛനെ ഉന്തി തള്ളി കയറ്റി വിട്ടിട്ടേ ഇപ്പൊരുമാതിരി കഥ ഉണ്ടാക്കരുത്. ഓ, കഥ കാര്യം ഞാൻ ചെറുപ്പത്തിലെ ലോഹയിട്ടവനാണെങ്കിലും നിന്നെ പോലൊരു കാള വാല് പൊക്കുന്ന കാണുമ്പോൾ അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവും. ഇന്ന് വൈകുന്നേരം മാണിച്ചന്റെ വെഡിങ് ആനിവേഴ്സറി ഫംഗ്ഷൻ ഇടയിൽ ഞാൻ നിങ്ങൾ തമ്മിലുള്ള കല്യാണക്കാര്യം അനൗൺസ് ചെയ്യാനിരിക്കുകയാണോ? വേണ്ടാതിനെല്ലാം കാണിച്ചാലുണ്ടല്ലോ. വികാരി അച്ഛന് ഇടവകയിൽ ഒരു സത്യക്രിസ്ത്യാനിയുടെ വായിന്ന് തന്നെ നല്ല പുളിച്ച ചതിക്കല്ലേ ആൽബി? അബദ്ധത്തിന് നിന്റെ വായിന്ന് അങ്ങനെ വല്ലതും ചാടിയാൽ അത് കുമ്പസാര കൂട്ടിലിരുന്ന് പിന്നെ ഒരു പ്രാവശ്യം കൂടി കേൾക്കേണ്ടി വരും. പ്ലീസ്. അയാളുടെ പ്രസൻസിലാണ് അതുണ്ടായിക്കോട്ടെ എന്ന് ഡോക്ടർ പറയുന്നു. ഏയ്, അത് കുഴപ്പമാവും. നിന്റെ പെങ്ങൾക്ക് 24 മണിക്കൂർ റിലീഫ് വേണോന്ന് വാശി പിടിച്ചാൽ നീ എന്ത് ചെയ്യും? അവളെ അവന് കെട്ടിച്ചു കൊടുക്കുവോ? അച്ഛോ, കാര്യം പറയുമ്പോ ഞെട്ടിയിട്ട് കാര്യമില്ല. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയും. ഊരും പേര് എവിടെയാണെന്ന് അറിയാൻ പാടില്ലാത്തൊരു തെരുവ് തെണ്ടിക്ക് വേണോ ഞാൻ എന്റെ ആലീസിനെ? അതെ, പറ്റില്ല. അപ്പോഴെന്ത് വേണം? മുഴുവൻ സമയവും അവളുടെ മേളിലൊരു കണ്ണു വേണം. നിനക്കാണെങ്കിൽ അതിന് നേരമില്ല. അതുകൊണ്ടാ ഞാൻ സോഫിയയുടെ കാര്യം. ആൽബി, ആൽബി, എന്നാ കൂടെ പോടാ പോത്തെ. നിനക്കൊക്കെ തിരുക്കുടുംബം ഉണ്ടാക്കി തന്നിട്ട് ഞാൻ എന്താ വാഴ്ത്തപ്പെട്ടവനാവാൻ പോവാന്ന്? ഹലോ. സുഹൃത്തുക്കളെ, യാതൊരു വെടിയൊച്ചകളുമില്ലാതെ ഇത്രയും കാലം ഒരുമിച്ചു കഴിയാൻ കർത്താവ് ഇവരോട് കാണിച്ച കാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ടും ഇവരുടെ വിവാഹ ജീവിതത്തിന്റെ രക്തവും മാംസവുമായി ഈ അപ്പം മുറിക്കുന്നു. ഈ വീഞ്ഞ് ഞാൻ കുടിക്കുന്നു. അങ്ങനെ ഉദ്ഘാടനം കഴിഞ്ഞു. പ്രിയപ്പെട്ട കുഞ്ഞാടുകളെ, ഇനി ഭക്ഷിക്കാം. എന്റെ മാതാവേ, ഇതെന്തായി നിക്കണത്? ചേച്ചി, ഇതാണ് ആൽബിച്ചന്റെ പെങ്ങള്, മനസ്സിലായോ? അപ്പൊ ഇതാ ഉരുപ്പടി. ആരാ ഇത്? പുതിയായിട്ട് വന്ന വേലക്കാരിയാ മോളെ. പുതിയ ഹൗസ് കീപ്പർ. ന്യൂ ഹൗസ് കീപ്പർ. അതെ. ദേ, കൈയോടെ കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് മുതൽ ഡ്യൂട്ടിക്ക് റെഡി. എന്താ നിങ്ങളുടെ പേര്? മാർത്ത. ഇത് വാർത്തേ? മാർത്ത. എല്ലാം പറഞ്ഞു ഉറപ്പിച്ചിട്ടില്ല. പിന്നെ എവറിത്തിങ് ഓക്കെ. ഇനി നിനക്ക് കൂട്ടായിട്ട് ഇവിടെ തുടങ്ങുമോ? മാർത്തയാ ടൈപ്പ് അല്ലാട്ടോ. ശമ്പളം പറഞ്ഞില്ല. ഓ, മുമ്പ് നിന്നിരുന്ന വീട്ടില് 1500 തന്നിരുന്നത്. മാറുമ്പോ 250 കൂടും. അപ്പൊ 1750. ഇവിടെ ആയതുകൊണ്ട് 2000. അതെന്താ? ഇൻഷുറൻസ്. ഇൻഷുറൻസ് ആണ്. അതെ, തലയ്ക്ക് വെളിവില്ലാണ്ട് ആ പെണ്ണ് എന്തെങ്കിലും ചെയ്താലേ എനിക്ക് 2 പെൺകുട്ടികളാ. അതുങ്ങൾ വഴിയാതാരായി പോകും. അതുകൊണ്ടാ മാർത്ത ചേച്ചി വന്നേ. ചേച്ചിയുടെ കാര്യം പറ. എല്ലാം സെറ്റപ്പ് ആക്കാൻ ഞാനല്ലേ. അല്ലെങ്കിൽ സ്വഭാവം മാറും. ഇതിപ്പോ പിടിച്ചതിനേക്കാ വലുതാവൂടെ ആളയിലുള്ളത്. എനിക്കതൊന്നും അറിയത്തില്ല. ചേടാ, കൊള്ളാം. ഇത് 2000 മുതലൊന്നും നിക്കില്ല. അതൊക്കെ പോയി. നിന്റെ ഉള്ളിൽ നിന്നൊരു മണം വരുന്നുണ്ടല്ലോ ആൽബി. മണോ?
ഇങ്ങനെ ആണിനും പെണ്ണിനും ഇഷ്ടം ഉണ്ടാവുമ്പോ അവരറിയാതെ അവരുടെ ഉള്ളീന്ന് വരുന്ന ഒരു മണം ഉണ്ടല്ലോ. അച്ഛനെ ലോഹയിട്ട സമയത്തെ ഒരു പെണ്ണ് കെട്ടി, അതിൽ നിന്ന് കുറച്ച് പിള്ളേരൊക്കെ ഉണ്ടായി. അവരെ കേട്ടങ്ങനെ സുഖമായിട്ട് സന്തോഷമായിട്ട് അങ്ങനെ ജീവിച്ച് അച്ഛന്മാരുടെ പേര് കളയിക്കാൻ. പ്രലോഭനം. ആരാ? എന്താ എന്താ ഈ കാണിക്കുന്നത്? എന്താ വേണ്ടത്? എന്താ ദേ പട്ടാപ്പകല് വീട്ടിൽ കയറി വന്നേ പ്രായം കഴിഞ്ഞ പെണ്ണുങ്ങളോട് അനാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ചൂല് വെച്ച് അടിക്കും ഞാൻ. ഞാനിപ്പോ പോലീസിനെ വിളിക്കും. പട്ടാപ്പകല് പെരക്കകത്ത് കയറി പീഡനം ചെയ്യുന്നു. ഐസ്ക്രീമാ? ആർത്തി ഇതൊന്നും കണ്ടിട്ടില്ലേ എന്റെ കർത്താവ്? കൊല്ലം എത്ര കഴിഞ്ഞ കേസ് വരുമെന്ന് ആര് കണ്ടു? കോടതി കയറാനും സാക്ഷി പറയാനൊന്നും എന്നെ കൊണ്ട് വയ്യേ വയ്യ. അലക്കൊഴിഞ്ഞിട്ട് മനുഷ്യന് നേരില്ലെന്ന് പറഞ്ഞ രീതിയിലാണ് എടുത്താ തീരാത്ത പണിയാണ്. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണം. അതല്ലേ മേശപ്പുറത്ത് എടുത്ത് വെച്ചിരിക്കുന്നത്. ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ടില്ല. ഇന്നൊരു ദിവസം അങ്ങനെ തിന്നാ മതി. ഓ എന്റെ കർത്താവേ, ഇങ്ങനെ നാട്ടുകൊടിയുടെ പണി ഉണ്ടെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഇങ്ങോട്ട് വരില്ലായിരുന്നു. ഹായ് ഹായ്. അടുക്കളപ്പണിയും പുറംപണിയും രണ്ടും കൂടി പറ്റില്ല എന്റെ കർത്താവേ. ഏതെങ്കിലും ഒന്ന് അത് ഇന്ന് ഉറപ്പിക്കണം. ഓ എല്ലാം എടുത്തോണ്ട് പോയോ? ഇനി അതെല്ലാം മുറി കൊണ്ടുവച്ച് തിന്ന് ആ കട്ടിലും മേശയും എല്ലാം ഉറുമ്പ് കറക്കണം. എല്ലാം തൂത്തുവരാൻ ഞാനുണ്ടല്ലോ എന്റെ മാതാവേ. വെരി നൈസ്. ആഹാ, താൻ ഇതിനകത്ത് കയറിയോ? അയ്യേ, ഇതെന്താ ബ്രെഡ് ഇസ്തിരിട്ട് തിന്നാ? കടന്നു പോടോ ഒന്ന്. താൻ്റെ ഒരു ചൂളംവിളി. ഞാൻ ഇത്ര വലിയ തമാശ പറഞ്ഞിട്ട് എന്താ ആൽബിച്ചൻ ചിരിക്കാത്ത? ഇതൊരുമാതിരി കൊഞ്ഞനം കുത്തുന്ന പോലെ ഉണ്ട്. ആ കുട്ടികളൊക്കെ ആരാ? കളിക്കാണോ? എന്നെ കൂടി കൂട്ടാമോ? ഞാൻ കൂടി വരട്ടെ? വേണ്ടല്ലേ. ആൽബിച്ചൻ ഇവിടെ നിൽക്ക്. എത്ര കുട്ടികളാ? ഞാൻ ഇപ്പൊ വരാം. എന്റെ പൊന്നിക്കുരിശ് മുത്തപ്പ, ഇവളുടെ വട്ടു മാറിയൂ. എടാ ഹൽബി, ഇതെന്റെ കയ്യിൽ നിന്ന് പറ്റിയ അർത്ഥമല്ല. എന്റെ പെങ്ങൾ ആലീസ് ആ മാജിക് ചെയ്യാറുള്ള സൈക്കിളിന്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ ചിരിച്ച് കാണിച്ചപ്പോ ഞാൻ അറിയാമെന്ന് നോക്കിപ്പോയത്. അത്രേ ഉള്ളോ?
അതാണ് ആക്സിഡന്റ്. അയ്യോ മനുഷ്യ, ആ വണ്ടി ഞാൻ കുറെ പണിതല്ലേ, ഇനി കാശില്ലാതെ പറ്റില്ല. ആൽബി, എനിക്കൊന്നും കേക്കണ്ട, പറ്റില്ല. ഓഹോ, പണം കൊടുത്താൽ ഉണ്ടാക്കാവുന്ന വേറെ വർക്ക്ഷോപ്പുകളും നാട്ടിലുണ്ട്. ആ വണ്ടി എടാ ആൽബി, എന്റെ വണ്ടിയുടെ കേട് തീർത്താ തീരും. പക്ഷെ അനന്മൂലം നിന്റെ പങ്കം കൊണ്ടാകാൻ പോകുന്ന കേടുണ്ടല്ലോ എന്റെ കർത്താവേ. മാർത്ത പറയുമ്പോ വെറുതെ വാർത്ത ഉണ്ടാക്കാൻ പറയാന്ന് തോന്നരുത്. ആ മാജിക്കാരനായിട്ടുള്ള ആലീസ് കുഞ്ഞിന്റെ കർക്കം നിർത്തിയാ നന്ന്. വൃത്തി കെട്ടവനാ. ഐസ്ക്രീം കൊടുത്തല്ലേ പെണ്ണുങ്ങളെ വളയ്ക്കുന്നത്.